ആ ഡ്യൂട്ടിയിലാണല്ലേ? ആ ഡ്യൂട്ടിയിലാണ്. ഞാന് ചേട്ടനെ അവിടെ സെക്യൂരിറ്റി ക്യാബിനിൽ നോക്കി. ചേട്ടൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നാ? നീ ഇങ്ങോട്ട് വന്ന വഴി കടവില് പെണ്ണുങ്ങൾ ആരെങ്കിലും കുളിക്കണുണ്ടായിരുന്ന? അവിടെ ഇല്ലാരും. എന്നാ ഒട്ടും കാണത്തില്ല. ചേട്ടൻ വീട്ടിലെ കുളിമുറി കാണും. വീട്ടിൽ പോയി കാണൂല്ലേ? ഞാനിപ്പോ ഇവിടെ ഡ്യൂട്ടി കയറി കൊണ്ടാണെന്ന് ഒരാഴ്ചയെ കണ്ടിട്ട് ചേട്ടനെ. അയ്യോ തിരക്കല്ലേ ചേട്ടൻ ഇവിടെ നൈറ്റ്, ഞാനിവിടെ ഡേ. ഞങ്ങൾ രണ്ടുപേരും തിരക്കിലായിപ്പോ. ചേച്ചിനെ കണ്ടിട്ട് ഇപ്പൊ ഒരു 3-4 മാസം ആയില്ല. എന്റെ പൊന്നെ 3-4 മാസമായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. 2 ദിവസമായുള്ള ജോലിക്ക് ഇറങ്ങിയിട്ട്. എന്ത് പറ്റിയെന്നാ? ഒരു 3-4 മാസം മുമ്പ് ഒരു ഞായറാഴ്ച ഇവിടെ ജോലിയില്ല. ഞാൻ വീട്ടിൽ ചെന്ന് വൈകുന്നേരം കിടന്ന് ഉറങ്ങാനായിട്ട് ഇങ്ങനെ നടുവും താത്തിയും ഒരു വയറുവേദന ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ കൊച്ചേ, ഞാൻ ആ ചേട്ടനെ കിടന്ന് വിളിച്ചിട്ട് അതിയാനെങ്ങാനും വരണുണ്ടാ. പിന്നെ അപ്പുറത്തെ സുധീനെ വിളിച്ച്. അവന് രാത്രി പോലുന്നില്ല, ആര് വിളിച്ചാലും അവൻ രാത്രി ഓടി വരും. ഓട്ടോ ഉണ്ടല്ലോ അവന് ഓടി വന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ മേല. ആ ചെറുക്കൻ ഇങ്ങനെ വട്ടം കോരിയാണ് ഓട്ടോയിൽ കൊണ്ട് കിടത്തിയത്. എന്നിട്ട് ഓട്ടോ എടുത്ത് ഞാനാണ് വേദന കൊണ്ട് ഇങ്ങനെ പൊളയാണ്. എന്നിട്ട് ആ ചെറുക്കൻ ഒരു കൈ കൊണ്ട് ഞാൻ വീഴാതിരിക്കാനായിട്ട് പുറകോട്ട് തള്ളി പിടിച്ചോണ്ട് ഒറ്റ കൈക്ക് വണ്ടി ഓടിച്ചാണ് എന്നെ ആശുപത്രി കൊണ്ടുവന്നത്. അപ്പൊ ഈ ആക്സിഡന്റും ബ്രേക്കൊക്കെ എല്ലാം ഒറ്റ കൈ കൊണ്ട് ചെയ്ത്. അവന് ഭയങ്കര ആത്മാർത്ഥമാണ്, മനസാക്ഷിയുള്ളവനാ. അവൻ അവിടെ ചെന്ന പാടെ കെട്ടി. ആരെ? അയ്യോ ആരല്ല, പൈസ കെട്ടിവെച്ച് ചെറുക്കൻ. ഹോസ്പിറ്റലിൽ കെട്ടിവെച്ച്. അപ്പൊ തന്നെ സ്കാൻ ചെയ്ത്. അപ്രന്റീസ് ആയിരുന്നു. ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്തല്ലേ? പിന്നെ ചെയ്തെന്നാ ചെയ്ത് 3-4 മാസം റെസ്റ്റും കഴിഞ്ഞ് 2 ദിവസമായാലും ഞാനിവിടെ ജോലിക്ക് കയറിയിട്ട്. ഒന്നും പറയണ്ട കുഞ്ഞെ, ഒരു യുഗം എടുക്കുവല്ലേ? അയ്യോ അല്ല, അതിലാണ് ഭാഗ്യമായി പോയത്. ഇപ്പൊ പണ്ടത്തെ പോലെ ഇങ്ങനെ ഇവിടം വരെ ഒന്നും കീഹോളാണ്. കീഹോളാ? നീ കണ്ടിട്ടുണ്ടാ? ഇല്ല, എനിക്കറിഞ്ഞൂടാ. എനിക്ക് കണ്ടിട്ടില്ല. കീഹോള് കണ്ടിട്ടില്ലേ? അപ്പൊ പിന്നെ നിന്റെ വീടിന്റെ ഡോറ് ഈ താക്കോൽ എവിടെ ഇട്ട് തിരിക്കും? അത് മറ്റേ ഊട്ടല്ലേ, താക്കോലിട്ടണ കൂട്ട. അത് തന്നെയാണ് കീഹോൾ എന്ന് പറയുന്നത്. അത് ഡോറിന് വെക്കുമ്പോ ഡോറിന്റെ കീഹോൾ, വയറിന് വെക്കുമ്പോ വയറിന്റെ വയറെ പാടുണ്ടാകത്തില്ല. ഒരു കുത്തുപാട്. വയറിന് വേദനയൊന്നും ഉണ്ടാവില്ലല്ലേ? വേദനയില്ല, ഒന്നുമില്ല. നിനക്ക് കാണണ കീഹോൾ ചെയ്ത സ്ഥലം? എടാ നിനക്ക് കാണണന്ന് കീഹോൾ ചെയ്ത സ്ഥലം. അല്ല വേണ്ട, കുഴപ്പമില്ല. അയ്യേ, ഇതന്നെ തീർക്കനാണ്. വേറെ വല്ല ആമ്പിള്ളേരും ഇപ്പൊ ചാടി വീണിട്ട് കാണുമെന്ന് പറഞ്ഞേനെ. ചേട്ടനെങ്ങാനും ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ അല്ലല്ലോ അയാളെ എന്നാത്തിനും കൊള്ളാം. അയാൾക്ക് ഇതൊന്നും കാണിയാൻ വേണ്ട, അറിയാൻ വേണ്ട, ഒന്നും വേണ്ട. അത് അങ്ങനെ ഒരെണ്ണം. ഞാനിതൊന്ന് കാണിച്ചെന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഒന്നും പറയാൻ പോണില്ല. നിനക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ചേച്ചി ധാരാളം പറയാൻ നിൽക്കണ്ട. കാരണം അറിഞ്ഞു കഴിഞ്ഞ് വെറുതെ നമ്മുടെ ഇത് ആരും പുറത്തറിയണ്ട. പേഴ്സണലായിട്ട് അറിഞ്ഞാൽ എന്താണ്? നമ്മളുള്ള ബന്ധം വെച്ച് ആരെങ്കിലും അറിഞ്ഞെന്ന് പറഞ്ഞാലും ഒന്നും പറയാൻ പോകും. അത് വേണ്ട. ഒക്കെ കാണണമല്ലേ? നീയേ അങ്ങോട്ട് വാ. ഈ ചെറുക്കനോട് ഇങ്ങോട്ട്. ഓ എന്നത് ചെറുക്കനാണ്. അല്ല ആരെങ്കിലും പിന്നെ അവന് കീഹോൾ ചെയ്ത സ്ഥലവും കാണണം, ആരും ഇട്ട് അറിയാനും പാടില്ല. നിനക്കിപ്പോ കാണണം അല്ലേ? ഇതാണ് എന്റെ കീഹോൾ ചെയ്ത സ്ഥലം. VJT ഹോസ്പിറ്റല്. നല്ല ഹോസ്പിറ്റലാ. നീ ആരോടെങ്കിലും ഒക്കെ ചെന്നൊന്ന് പറയടാ. ആർക്കെങ്കിലും ഉപകാരപ്പെടങ്ങോട്ട് പെടട്ടെ. പെട്ടത് ഞാനാണല്ലോ. എന്തെല്ലാം വാർത്തകളാ വന്നെ നോക്കി. മേക്കപ്പ് സാധനം കാണാനില്ലാത്തതിനാൽ സ്വന്തം അമ്മയുടെ വാരിയല് തല്ലി ഓടിച്ചു മകൾ. എൻ്റെ പൊന്നടവേ, ദൈവത്തിന് വല്ല ആവശ്യമുണ്ടാ ആദാമിൻ്റെ വാരിയല്ലെടുത്ത് സ്ത്രീകളെ സൃഷ്ടിക്കാൻ? ഇപ്പം സ്വന്തം തള്ളയുടെ തന്നെ വാരിയല് തല്ലി ഓടിച്ച്. ഇവിടെയൊക്കെ വാരിപ്പത്തലെടുത്തിട്ട് തല്ലി ഓടിക്കണം, അതാ വേണ്ടത്. ഇതെന്താണ്? എന്തേ? ഞാൻ വിചാരിച്ചു ഫുട്ബോൾ കളിക്കാൻ പോകുന്ന പിള്ളേര് ഫുട്ബോൾ എടുത്ത് വെച്ചേക്കണേ. ഇത് വേഗാണിത്. അതല്ല, ഞാൻ നിന്റെ കാര്യം പറഞ്ഞ ഉരുണ്ടുരുണ്ട് ഭൂമി പോലെ വന്നത് പറയേണ്ടത്. ഇരുന്നാ ഇയാളെ എന്ത് പറ്റിയത്? വെറുതെ ഇരിക്കണല്ല, വെറുതെ ഇരുന്ന് തീർക്കണേ. അതെ, വിളിക്കാത്ത കല്യാണത്തിനും വിളിക്കണ കല്യാണത്തിൽ അങ്ങോട്ട് ചെന്നിരുന്നിട്ട് ഉള്ള പോത്തിറച്ചിയും വലിച്ചു കയറ്റി ബിരിയാണി അടിച്ചിട്ട് ഇങ്ങോട്ട് പോരരുത്. ശരീരം കൊഴുക്കും. കൊളസ്ട്രോൾ ഉണ്ടാ? എത്രയുണ്ട്? 350. അത് കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്.
ബിരിയാണി തീറ്റ നിൽക്കണം, പോത്തിറച്ചി തീറ്റ നിർത്തണം. പിന്നെ പോത്തിറച്ചി തിന്നാലൊന്നും അങ്ങനെ കൊളസ്ട്രോൾ കൂടുകയൊന്നുമില്ല. പോത്തിറച്ചി തിന്നാൽ കൊളസ്ട്രോൾ കൂടും. അതെങ്ങനെയാണ്? കിൻഡൽ കണക്കിന് മാംസവും കൊണ്ട് കിടക്കണ ആ പോത്തിന് ഒരു കൊളസ്ട്രോളും ഇല്ല, ഒരു ഒന്നുമില്ല. അതിൽ നിന്ന് അരക്കിൽ ഇറച്ചി മേടിച്ച് 2 കഷ്ണം തിന്നുമ്പോൾ നമുക്കാണ് കൊളസ്ട്രോൾ. ശ്രദ്ധിക്കണമെന്നാണ് ഈ പറഞ്ഞത്. പക്ഷെ എന്ത് കഷ്ടമാണ്. എന്റെ പോയ കാര്യം എന്തായും ജോലിക്കാര്യം എന്തായും? ഞാൻ ഇന്റർവ്യൂവിന് സേഫ്റ്റി എന്താണ്? ഫയർ ആൻഡ് സേഫ്റ്റിയാ? ഫയർ ആൻഡ് സേഫ്റ്റി കഴിഞ്ഞ് ഒരുപാട് ചോദ്യം ഉണ്ടാവുമല്ലോ. ഒറ്റ ചോദ്യം. എന്തായിരുന്നു? ഒറ്റ ചോദ്യം ചോദിച്ചോളൂ. ആണോ? എന്നോട് ചോദിച്ച് ഈ കമ്പനിക്ക് തീ പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എൻ്റെ കാര്യം നോക്കണ്ട, ഞാനോട് രക്ഷപ്പെട്ടോളാം, സാറ് സേഫ്റ്റി ആയിട്ട് നോക്കിക്കോളോട്ടാന്ന് പറഞ്ഞു. അപ്പൊ ആ കാര്യത്തിലൊരു തീരുമാനമായി കിട്ടൂലേ? അല്ല, നല്ല ചോദ്യം, ഉത്തരവും പറഞ്ഞു. ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇപ്പൊ വേറെ ഏതെങ്കിലും ജോലി അന്വേഷിക്കണമല്ലോ? നോക്കണം. ഇങ്ങനെ നടന്നാ പോരാ. എവിടെയെങ്കിലും പെണ്ണും കെട്ടി. ഞാൻ ജോലി കിട്ടിയിട്ട് ഒരു പെണ്ണ് കെട്ടാന്ന് പറഞ്ഞാൽ നടക്കണതേ. നിന്റെ അതിങ്ങനെ നടക്കണ കാര്യമില്ല. നിന്റെ കൂടെ പഠിച്ചവരൊക്കെ അവരുടെ മക്കൾ വലുതായി ഇനി അവരുടെ കല്യാണം വിളിക്കുമ്പോൾ അതും നാണം കെട്ടിരുന്നത് തിന്നേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നീ നിൽക്കണം. ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയതാ കഴിഞ്ഞ ദിവസം. ആണോ? മറ്റവനും വിളിച്ചിട്ട്, ബ്രോക്കർ വിളിച്ചിട്ട് പറഞ്ഞ് രാവിലെ റെഡി ആയിക്കോ പെണ്ണ് കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് നോക്കിയപ്പോ സുധാരൻ ചേട്ടൻ അവിടെ ഇരുന്നിട്ട് വസ്ത്രം അലക്കണം. അയാളുടെ തുണി അയാളുടെ വീട്ടിലിരുന്ന് അയാൾ തിരുമാതെ പിന്നെ ആ തുണി നിന്നെ കൊണ്ട് തിരുമിപ്പിക്കുക. അയാളുടെ തുണിയല്ല, പിന്നെ അയാളുടെ തുണിയാണെന്നുണ്ടെങ്കിൽ തോർത്ത് ഷർട്ട് മുണ്ടൊക്കെ അല്ലേ തിരുമ്പേണ്ടത്. ഇത് നൈറ്റി, സാരി, ചുരിദാറ്, പിന്നെ ജലചേച്ചിയുടെ ബ്ലൗസ്, പിന്നെ ജലചേച്ചിയുടെ ബ്രാ, എന്താണ് ബ്രദറിന്റെ കുറച്ച് കോസ്റ്റ്യൂം, ഡ്രസ്സുകള്, ഇതൊക്കെയാണ് അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് അലക്കാനാണെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ച് വെച്ചാൽ പോരെ. ഞാനെന്തിനാ പെണ്ണ് കെട്ടണത്? അല്ല, പെണ്ണ് കെട്ടണമെന്ന് ഞാൻ പറയുന്നില്ല. പെണ്ണിനെ സ്നേഹിക്കെങ്കിലും ചെയ്യണം ഒരെണ്ണത്തിന്. എനിക്ക് പെണ്ണ് സ്നേഹിക്കാനുണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ ഇല്ലടാ. സ്നേഹിക്കണമെന്നൊക്കെ ഉണ്ടെന്ന്. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹിച്ച് അങ്ങോട്ട് കൊല്ലും. പിന്നെ പോലീസായി, കേസായി, ജയിലായി, ഉണ്ടയായി, എന്തിനീ പാടുപറണെന്ന് ഓർത്തിട്ടാണ് ഞാൻ സ്നേഹിക്കാത്തത്. പിന്നെ പോലെ തന്നെയാണ് മോഹനും. അവനും ഈ ഒറ്റ പുരാടനായിട്ട് ഇങ്ങനെ നടക്കണേല്ല, കല്യാണം കഴിക്കില്ല എന്നും പറഞ്ഞു. അവൻ വിരോധിയാണ് ഭയങ്കര. അവനാര് പെണ്ണ് കൊടുക്കാനെന്ന് പറയുമ്പോൾ ഭയങ്കര പുജ്ഞമാണ് അവന്. എന്നിട്ട് അവൻ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടിരുന്നു. അവന്റെ കഥ കേട്ടാ? ഇല്ല. കുറെ ആളായിട്ട് അവനെ കാണാനില്ലല്ലോ. എവിടെ പോയി? ഞാൻ ചോദിച്ചു എവിടെ പോയെന്ന് വെച്ചപ്പോ പറഞ്ഞ അവൻ പെണ്ണ് കാണാൻ പോയി. പിന്നെ കല്യാണം നീണ്ടു വെച്ചില്ല, ആദ്യം നീട്ടിക്കൊണ്ട് പോയില്ല. അപ്പൊ തന്നെ അവിടെ നിന്ന് പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോന്നു. അടുപ്പ പെണ്ണ് ഗർഭിണിയായി. അതിനുശേഷം കൊച്ചി പ്രസവിച്ച് കൊച്ചിന്റെ 28 വരുന്ന ഞായറാഴ്ച. ഇതെന്താണ് മറ്റേ സിനിമയില് പാട്ട് സീൻ പോലെയാണല്ലോ. അപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം നടന്നല്ല. സ്വപ്നമല്ലടാ, അവനെ കണ്ട സ്വപ്നം അവൻ എന്നോട് പറഞ്ഞൂടെ? സ്വപ്ന വരുന്ന അതാണ് ഞാൻ ആലോചിക്കണതേ. ഇതിനൊന്നും പെണ്ണ് കിട്ടൂലല്ലോ, പിന്നെ എങ്ങനെയാണെന്ന് ഓർത്ത്. ഇല്ലേ കാശുപോലെ ഇരിപ്പുണ്ടാവും. കാശാ എത്രയാണ്? ഒരു 500 ഗാന്ധി ഉണ്ടാവും. 500 ആണെങ്കിൽ ഇല്ല. 300 ഉണ്ടാ? 300 ഉണ്ടാവില്ല. 200? 200 ആണെങ്കിൽ ഉണ്ടാവില്ല. 100 ഉണ്ടാവോ? 100 കാണാൻ വഴിയില്ല. 50 രൂപ? 50 ആണെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ. അത് 10 രൂപ പോലും ഇല്ലേ? 10 പൈസയില്ല. ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ടാണ് അവിടെ നിങ്ങോട്ട് വന്നത്. അല്ല, ഇനി എന്റെ ഭാര്യ വന്ന് നിന്നോട് 50 രൂപ ചോദിക്കുമ്പോൾ 500 രൂപ ഒക്കെ എടുത്ത് കൊടുക്കരുത്. ചെവിക്കല്ലടിച്ചാൻ തെറിപ്പിച്ച് കളഞ്ഞാൽ ഒന്നും കിട്ടൂല. ഒറ്റ പുരാടനായിട്ട് ഇങ്ങനെ നടക്കണേ. നീ എന്റെ ഭാര്യനെ കണ്ടുപിടിക്ക്. ഞങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും എക്കച്ചക്കലുണ്ടോ? ഏക്കച്ചക്കലില്ലാത്തത് ചേച്ചി ഒഴിഞ്ഞു മാറിയിട്ടല്ലേ? ഞാൻ ഒഴിഞ്ഞു മാറാറുണ്ടല്ലോ. എന്റെ നേരം എന്തെല്ലാം സാധനം വരും, ഞാൻ ഒഴിഞ്ഞു മാറിക്കളയും. അങ്ങനല്ല, വഴക്കില്ലാണ്ടിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞു മാറിയിട്ടാണല്ലോ. രണ്ടുപേരും ഒഴിഞ്ഞു മാറും. അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളില്ല. നമ്മൾ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ അവരെ നമ്മൾ നിർത്താൻ പഠിക്കണം. അപ്പൊ അതിന്റെ ഒരു സുഖം വേറെയാണ്. പെണ്ണുങ്ങളെ നമ്മൾ കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കണം, മനസ്സിലായോ? കെട്ടിയ പെണ്ണിനെ പ്രേമിക്കണം. നിന്നോടാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി. നീ ഒറ്റപ്പോരാടനായിട്ട് നടക്കണകൊണ്ടാണ്. എന്നെ കണ്ടുപഠിക്ക്. കെട്ടിയ പെണ്ണിനെ പ്രേമിക്കണം, കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കണം, കെട്ടിയ പെണ്ണിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അവളുടെ കെട്ടിയാൻ അറിയരുത്. ഇത് കുമ്പളങ്ങിലെ ഹക്കോ റിസോർട്ട്. ഹക്കോയോ? നമ്മളെന്തിനാ ഇവിടെ വന്നു? കുറെ നാളായല്ലേ വന്നിട്ട്. ഒരു ദിവസം നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ 2-3 ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു. എന്ത്? നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, നീ എന്നോട് പറ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പറയടി. ഓ, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നിയല്ലോ. പറ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. വീട് നിയന്ത്രിക്കുന്നത് ഞാൻ, പിള്ളേരെ നിയന്ത്രിക്കുന്നത് ഞാൻ, അടുക്കള നിയന്ത്രിക്കുന്നത് ഞാൻ.
നിങ്ങൾ എന്തെങ്കിലും കാര്യം നിയന്ത്രിക്കാൻ വന്നിട്ടുണ്ടോ? നിയന്ത്രിക്കണുണ്ടാന്ന്. ഇനി നീ രാവിലെ കുളിച്ചൊരുങ്ങി സിന്ദൂര പൊട്ടൊക്കെ തൊട്ട് നിന്റെ ചുണ്ടും ഈ കൗളും ഒക്കെ കാണുമ്പോഴേ ഞാൻ അങ്ങനെ എന്നെ നിയന്ത്രിക്കണം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതെ, ആ ഇത്രയും കാലം നിങ്ങളല്ലേ എനിക്ക് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്ന് കഴിക്കാനൊക്കെ. ഇന്ന് ഞാൻ വാങ്ങിച്ചു തരും. പറ, നിങ്ങൾക്ക് എന്താ വേണ്ടത് കഴിക്കാൻ? ചപ്പാത്തി മതി. ചപ്പാത്തി ചിക്കൻ കറി. എന്നാ ഞാൻ പുട്ടും കടല ഓർഡർ ചെയ്യട്ടെ? എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും മതിയെന്ന്. പുട്ടും കടല ഓർഡർ ചെയ്യാം. നീ അല്ലേ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള വാങ്ങിത്തരാൻ? അതേ, എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളതേ, എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഭർത്താവിനോട് അനുവാദം ചോദിക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പുട്ടും കടലേ മതി. ആയിക്കോട്ടെ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്ത്? നിനക്ക് ഈ പൂർവ്വജന്മത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? പുനർജന്മത്തിൽ വിശ്വാസം ഉണ്ടോ? രണ്ടിലും ഉണ്ട്. പൂർവ്വജന്മത്തിലും ഉണ്ട്, പുനർജന്മത്തിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിനക്ക് അടുത്ത ജന്മത്തിൽ നിനക്ക് ആരെയായിരിക്കും ഭർത്താവായിട്ട് കിട്ടാൻ ഇഷ്ടം? ആരായിരിക്കും? അല്ലെങ്കിൽ പറയട്ടെ. ആ, നിനക്ക് ദേഷ്യം വരുമോ? എന്തിന്? എന്നെ തല്ലാൻ വരുമോ? നീ പറ. എന്ന് ഞാൻ പറയാം. ഒന്നെങ്കിൽ ബാഹുബലിയിലെ പ്രഭാസ്, അല്ലെങ്കിൽ അല്ലു അർജുൻ. ഇത് രണ്ടും അല്ലെങ്കിൽ വിജയ് ദേവരകൊണ്ട. പുള്ളിക്ക് തേവരയ്ക്ക് പോകണ്ടെങ്കിൽ പോകണ്ട, നീ കാര്യം പറ. അയ്യോ, വിജയ്ക്ക് തേവരയ്ക്ക് പോകണ്ടെന്നല്ല പറഞ്ഞത്, വിജയ് ദേവരകൊണ്ട നല്ല സൂപ്പർ ആക്ടറാ. ഇവര് മൂന്നില് ആരെങ്കിലും മതി. ആണല്ലേ? നിന്റെ ആഗ്രഹങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്താ? ഇത് അവരും കൂടെ സമ്മതിക്കുമെന്ന് നോക്കണ്ടേ? നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഓ, അതിരിക്കട്ടെ. എൻ്റെ ആഗ്രഹം ചോദിച്ചു, ഞാനും അതുപോലെ ചോദിക്കുക. നിങ്ങൾക്കിതുപോലെ ഞാനല്ലാതെ വേറെ ആരെയെങ്കിലും കല്യാണം കഴിക്കണമെന്നാവല്ലോ ആഗ്രഹമുണ്ടോ? അടുത്ത എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അങ്ങനെ പറയല്ല, ആഗ്രഹമൊക്കെ കാണും. പറ. നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. പറ. ഇനി പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നമ്മുടെ കൊച്ചിനെ ട്യൂഷൻ പഠിപ്പിക്കേണ്ട ട്യൂഷൻ ടീച്ചർ, നമ്മുടെ മോളെ ഡാൻസ് പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചർ, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ അയൽവക്കത്തെ ആ ബഷീറിൻ്റെ വൈഫ്, ഗൾഫിന് പോയ ബഷീറില്ലേ, അവൻ്റെ വൈഫ് സുബൈദ. നമുക്ക് അത്രയൊക്കെയുള്ള ആഗ്രഹം. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ? അപ്പുറത്തേക്ക് മുഖം അങ്ങ് പോകേണ്ട പോലെ ആയല്ലോ. ഇനി ഞാനൊരു തമാശ പറഞ്ഞില്ല, നീ ഒരു ആഗ്രഹം പറഞ്ഞ്, അപ്പം ഞാനൊരു ആഗ്രഹം പറഞ്ഞു. അത്രയും. അല്ല, ഞാൻ പറഞ്ഞ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളെ പറ്റിയാ. നിങ്ങളതല്ലല്ലോ, ഡെയിലി കാണുന്ന ആൾക്കാരല്ലേ പറഞ്ഞു. നീ പിടിക്കാത്ത പുളിങ്കമ്പ കയറി പിടിച്ച് അപ്പം ഞാൻ സാധാരണ ലെവലിലേക്ക് വന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണുക. ആ, അതാണ് എൻ്റെ ഒരു ആശ്വാസം. അല്ല, നിങ്ങളിങ്ങനെ വാവളശ്ശേരി പോലെ വർത്താനം പറയുമെങ്കിലും നിങ്ങൾ എന്നെ പറ്റിക്കത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മനസ്സിൽ ഒന്നുമില്ല, കള്ളത്തരം ഒന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് കാണിച്ചാലും ഇട്ടിട്ട് പോകാതെ ഇത്രയും കാലമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ജീവിക്കുന്നു. അതെ, നമുക്ക് നമ്മളെ അറിയാലോ. അതെ. പ്രസാദ്, ഇതെന്നാ ഇവിടെ? എന്താണ് വിശേഷമൊക്കെ? സുഖം. ഇതാരാടാ? വൈഫ്. വൈഫ്? കഴിഞ്ഞ ആഴ്ച വേറെ ആയിരുന്നു, അത് നീ വൈഫ് എന്ന് പറഞ്ഞു. ഇവന്റെ ഒരു കാര്യം, കണ്ണെന്നെ പറ്റില്ല? അല്ല, കണ്ണിന് പ്രശ്നമുണ്ടോ? ഇല്ല. ഇല്ലല്ലേ? ഇത് കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്നപ്പോഴേ അധികം പറഞ്ഞു ഭാര്യയാന്ന് പറഞ്ഞു. പിന്നെ സമ്മതിക്കണം, എന്നാ ഭാഗ്യമാടാവേ. എവിടെ നിന്ന് ഒപ്പിക്കാറാവേ ഇതൊക്കെ? ആ, ഭാഗ്യവാൻ. നടക്കട്ടെ നടക്കട്ടെ. ഓരോരുത്തരുടെ ഓരോ യോഗ. ചേട്ടാ പോലെ ഇയാളുടെ കൂട്ടുകാരനാണ്. അതെ. ഈ വരുന്ന ഞായറാഴ്ച, അതായത് 5-ന്റെ അന്ന് സഞ്ചയനമാണ്. ചേട്ടൻ വരണം കേട്ടോ. നിങ്ങളുടെ വീട്ടോട്ട് വാ, ഇന്ന് നിങ്ങളെ ഞാൻ കൊല്ലും. ഒറിജിനൽ ഭാര്യയായിരുന്നോ? സോറി അളിയ, അഡ്വാൻസ് ആദരാഞ്ജലികൾ.